ഒരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. വനത്തിലെ കാഴ്ചകൾ തേടി പോകേണ്ട, ചിലപ്പോൾ പ്രകൃതി തന്നെ വീട്ടുമുറ്റത്തേക്ക് എത്തുമെന്നതിന്റെ ഉദാഹരണമാണ് കോതമംഗലം വെളിയച്ചാലിൽ നിന്നുള്ള കാഴ്ച. വനത്തിൽ കാണപ്പെടുന്ന മൂട്ടിപ്പഴം വീട്ടുമുറ്റത്തും കായ്ച്ചു. വനത്തിൽ മാത്രം സാധാരണയായി കാണുന്ന മൂട്ടിപ്പഴം വീട്ടുമുറ്റത്ത് തനിയെ മുളച്ച് വളർന്ന് കായ്ച്ചിരിക്കുകയാണ്. വെളിയൽച്ചാൽ സ്വദേശി ജോയിയുടെ വീട്ടിലാണ് ഈ കൗതുക കാഴ്ച. മൂട്ടിപ്പഴം മരം കായ്ച്ചതോടെ പഴുത്തു ചുവന്ന കായ്കൾ കാണാൻ ആളുകളും എത്തിത്തുടങ്ങി. കഴിഞ്ഞ വർഷമാണ് ആദ്യമായി മരം കായ്ച്ചത്. അപ്പോഴാണ് ഇത് വനത്തിൽ കാണപ്പെടുന്ന മൂട്ടിപ്പഴമരമാണെന്ന് ജോയിക്ക് മനസ്സിലായത്. ഇപ്പോൾ മരത്തിൽ നിറയെ പഴങ്ങളുണ്ട്. മൂത്തുപഴുത്തപ്പോൾ ചുവന്ന നിറത്തിലേക്ക് മാറിയ കായ്കൾ കാഴ്ചയ്ക്കും നല്ല കൗതുകമാണ്. വനത്തിന്റെ സ്വാഭാവിക സൗന്ദര്യം വീട്ടുമുറ്റത്ത് എത്തിയതുപോലെയാണ് ഈ കാഴ്ച. ജനുവരിയോടെ പൂത്തു തുടങ്ങും. ജൂൺ ജൂലൈ മാസങ്ങളിൽ വിളവെടുക്കാം. പുളിയും മധുരവും ഇടകലർന്ന രുചിയാണുള്ളത്. തനിയെ വളർന്നതാണെന്നും കഴിഞ്ഞ വർഷം കായ്ച്ചപ്പോഴാണ് ഇത് മൂട്ടിപ്പഴമാണെന്ന് മനസ്സിലായതെന്നും ഔഷധ ഗുണമുള്ള ഈ പഴം തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിച്ച് വിപണനം ചെയ്യാൻ കർഷകർ രംഗത്ത് വരണമെന്നും വീട്ടുടമ ജോയി പറഞ്ഞു. മൂട്ടി ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫലം തരുന്ന വൃക്ഷമാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് വനമേഖലയിലാണ്. വനമേഖലയിൽ നിന്ന് നമുക്ക് എങ്ങനെയോ എൻ്റെ അടുക്കള വശത്ത് ഇത് ഉണ്ടാവുകയും പിന്നെ ഞങ്ങളിത് എന്താണെന്ന് മനസ്സിലാകാതെ കുറേ കാലം അതിനെ സംരക്ഷിച്ച് പോരുകയും ചെയ്തായിരുന്നു. ഏത് വൃക്ഷമാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ വന്ന് കഴിഞ്ഞ കൊല്ലം അത് പൂക്കുകയും പിന്നീടാണ് മനസ്സിലായത് ഇതൊരു മൂട്ടി ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്ന വളരെയേറെ മെഡിസിനൽ ഗുണമുള്ള ഒരു നല്ല ഫലം കിട്ടുന്ന ഒരു വൃക്ഷമാണെന്ന് മനസ്സിലായത്. അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഇത് ധാരാളം കായ്ച്ചിരുന്നു. ഇതൊരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ പൂവിടയിൽ. നല്ല രസമാണ് പൂവ് കാണാൻ തന്നെ. ഒരു പിങ്ക് റെഡോട് കൂടിയുള്ളൊരു പൂവാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതൊരു ഇതിൻ്റെ കായ ആദ്യം ഉണ്ടാവുകയും ഇതൊരു ഫലം നമുക്ക് ഫുള്ളായിട്ട് ഇത് കിട്ടുന്നതിന് ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കിട്ടുള്ളൂ. വളരെ ഗുണമുള്ള ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് നമുക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ തൈകൾ കിട്ടും. പക്ഷേ എനിക്ക് എൻ്റെ അടുക്കള വശത്ത് ഇത് എങ്ങനെയോ അപൂർവമായിട്ട് വന്ന് മുളച്ചതാണ്. അതിന് ശേഷമാണ് നമുക്കിതൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇത് നല്ലൊരു മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു ഫ്രൂട്ട് ഇനം തൈ തന്നെയാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് റംബുട്ടാനും മംഗോസ്റ്റിൻ പോലെ കൃഷി ചെയ്ത് ഇതിൻ്റെ ഫലം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ കൊടുത്ത് നല്ല ഒരു ബിസിനസ് ഫ്യൂച്ചറിൽ ബിസിനസ് കൊണ്ടുവരാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. റംബുട്ടാനും മംഗോസ്റ്റിനും പോലെ തന്നെ വില കിട്ടാവുന്ന ഒരു ഫ്രൂട്ടാണ്. കാരണം അതിലേറെ മെഡിസിനലായിട്ടാണ് ഇത് നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഒത്തിരിയേറെ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടായതുകൊണ്ട് മാർക്കറ്റിൽ ഇത് ആവശ്യക്കാർ ഏറെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു കൊമേഴ്സ്യൽ കൃഷിയായിട്ട് എടുത്തുകൊണ്ട് കൃഷി ചെയ്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കർഷകരോട്, പ്രത്യേകിച്ച് കർഷകർ ഇതും ഒരു കൃഷിയായിട്ട് ഫ്രൂട്ട് കൃഷിയായിട്ട് ഇതിനെ നട്ട് അതിൻ്റെ ഫലമെടുത്ത് വിളവെടുത്ത് നമുക്ക് ഒരു ധനശേഖരണം നടത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. പ്രകൃതിയുടെ സ്വന്തം രീതിയിൽ വളർന്ന ഈ മരം സംരക്ഷിച്ചാൽ അപൂർവ സസ്യങ്ങൾക്കും നമ്മുടെ വീടുകളിൽ ഇടമുണ്ടാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.